ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ ഷിനു പ്രേം. ഇപ്രാവശ്യത്തെ ആദ്യ ഹോളിഡേയ്സിന്റെ ബേസൻ വാലി ട്രിപ്പിലേക്ക് ഞാനും ഉണ്ട്. അപ്പൊ ഈ ട്രിപ്പ് എന്ന് പറയുമ്പോൾ 2 ദിവസം നമ്മുടെ എല്ലാ ടെൻഷനുകളും മാറ്റിമറിച്ച് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള, മറന്ന് ആസ്വദിക്കാനുള്ള 2 ദിവസങ്ങളാണ് വരുന്നത്. അപ്പൊ ഈ ട്രിപ്പിനെ പറ്റി പറയുവാണെങ്കിൽ എന്തൊക്കെയാണെന്ന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഐഡിയ വേണ്ടേ. നാളെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ ട്രിപ്പിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ട്രക്കിംഗ് ഉണ്ട്, ക്യാമ്പ് ഫയർ, അതേപോലെ തന്നെ ഓഫ് റോഡ്, ഗെയിംസ്, അതേപോലെ ലൈവ് മ്യൂസിക്, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ മൈൻഡിൽ വന്ന 1-2 കാര്യങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞു നേടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ട്രിപ്പിന്റെ ഭാഗം ഇങ്ങനെ കേട്ടോണ്ടിരുന്ന പോരല്ലേ, നമുക്ക് എൻജോയ് ചെയ്യണ്ടേ. അതിനായിട്ട് നിങ്ങൾ ഒട്ടും മടിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് പോകുന്നോളൂ. നമ്മുടെ ആദ്യ ഹോളിഡേയ്സിന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇഷ്ടംപോലെ ട്രിപ്പുകൾ ഭാവിയിൽ ഇനിയും വരും. ഇതൊന്നും മിസ്സാക്കാതെ എൻജോയ് ചെയ്തോളൂ. അപ്പൊ ഉറപ്പല്ല, നിങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എവിടെ എന്തായാലും ഉണ്ടാവും കേട്ടോ. കാണാം. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ട്രാവലറിൽ 21 പേരടങ്ങിയ സംഘമാണ് ഞങ്ങളുള്ളത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളും പോന്നോളൂ കേട്ടോ. പൂമണമുള്ള കണ്ണാടി കവിളത്തെ കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വച്ചതോ ഏതാണ് ഏതാണ് രാജാത്തി ഏതാണ് രാജാത്തി ഏതാണ് രാജാത്തി ഏതാണ് രാജാത്തി. അയ്യോ, ഇപ്പൊ ഞാൻ പാട്ടില്ലേ അതാണ് ഞാൻ ഊഞ്ഞാലിനെ പറ്റി വിവരിച്ച ഒരു ചരിത്രമുണ്ട്. സോ ആ ഊഞ്ഞാൽ എല്ലാവരും കയറാം. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക കൂലി ദൈവത്തിന് വാർത്ത കിട്ടുന്നതായിരിക്കും കേട്ടോ. അവിടെ എല്ലാവരും പറ്റുന്നവരെല്ലാവരും ആ ഊഞ്ഞാലിൽ കയറിയിരിക്കാൻ ശ്രമിക്കുക. പിന്നെ വെള്ളമുണ്ടോ എന്ന് നോക്കുക. ഉണ്ടാവാൻ ചാൻസ് ഇല്ല എങ്കിൽ പോലും കാല് നനയ്ക്കാനുള്ള വെള്ളം അവിടെ ഉണ്ടാവും. ഹലോ, നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഇതുപോലൊരു കുഞ്ഞ് ഏറുമാടവും തൊട്ടടുത്തൊരു ഊഞ്ഞാലും കൂടെ ഉണ്ട്. ആ ഊഞ്ഞാൽ ആടുന്ന ആളെ കാണുന്നില്ല. താഴോട്ട് പോയിട്ട് നോക്കാം. ഒരു ചെറുപ്പക്കാരൻ പയ്യത യോയോ ഓൺലി 18. മുന്നിലൊരു ചെറുപ്പക്കാരി പയ്യ. ഞാനിതെവിടെ സ്ലിപ്പാവും എന്ന് പറഞ്ഞ് നടക്കുന്നു. ഊഞ്ഞാലാടുന്നു. വെള്ളത്തിൽ വീഴല്ലേ? ഒരു ബെഡൊക്കെ ഉണ്ട്. ഒരു ഭയം. ആടിക്കോ, പോട്ടെ. ഇവിടുന്ന് പിടിവിട്ട വെള്ളത്തിൽ. അയ്യോ, പൊക്കോ. ഓ, എല്ലാരും കയറൂലേ? അങ്ങനെ നമ്മൾ കയറിയിരിക്കുകയാണ് കയറുമാടത്ത്. എന്താ ചങ്ങലി, ഇതിനെന്താ പറയാ, തൂക്ക് കയർ. എടീ നടുക്ക് ചവിട്ടല്ലേ, സൈഡിൽ ചവിട്ട്.
പയ്യാട്ട് ചെറുപ്പത്തിൽ ഊഞ്ഞാലാടുന്ന ബുദ്ധിമുട്ടേ. അതെ, ബലം പിടിക്കണ്ട, തിരിച്ചോ. ഞാൻ അപ്പൊ നിന്റെ ശരിക്കും സ്ഥലം എവിടെയാ? കണ്ണൂർ. ഞങ്ങളുടെ പിണറായിയുടെ സ്ഥലമാണ് അല്ലേ? മുഖം കിട്ടില്ല കേട്ടോ, പേടിയുണ്ട്. ഏറ്റവും കൂടുതൽ അമ്മ ആര് മുകളിലേക്ക് കയറുമ്പോ ഒന്ന് നോക്കി തരണം കേട്ടോ. എന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടല്ലോ. വന്നിട്ടുണ്ട്. അതണ്ട, അത് ഇനി അടുത്തത് രണ്ട് വണ്ടിയിൽ നിൽക്കുവോ? It's a steep hike. അവിടെ പോയി ഫ്രഷ് റൂമുണ്ടോ? വണ്ടിയിലേക്ക് നാളെ ഉള്ളൂ അല്ലേ? 3 മാത്രമേ. വണ്ടിയിലേക്ക് നാളെ വീരണം പറ്റാന്ന് താഴെ വെച്ചേക്കാനേ. എന്റെ ഫോൺ വന്നില്ലേ? ഇല്ലാന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ട്രാവലിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ? ഹലോ ഗായ്സ്, നമ്മൾ ടൈസൺ വാലിയിലെത്തി ട്രക്കിംഗ് ആരംഭിച്ചു. അതെവിടെയെങ്കിലും താഴെ വയ്ക്കാനും കിട്ടി. നമ്മുടെ ലൊക്കേഷനിലെത്തി. ദേ 2 പേര്, ദേ 6 പേര്, ഒരാൾ. നല്ല വ്യൂ ആണ്, വ്യൂ കാണിച്ചത്. അപ്പൊ വണ്ടിയുടെ ബർത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ആരും കണ്ടില്ല. അപ്പൊ അവിടെ നമ്മുടെ കൂടുതൽ വരത്തില്ല, പയ്യൻ വരത്തില്ല അവിടുത്തെ. അതുപോലെ ജനുവരിയിൽ
ചെറുതായി ഒന്ന് താഴെയുണ്ടാവും. ട്രക്കിംഗ് ഏകദേശം പൂർത്തിയായി. മണ്ണും ചാരിയിരുന്നൊരു ചെക്കൻ പെണ്ണും കൊണ്ടങ്ങ് പോയേ. മുസംബി ഇതാണ് ട്രക്കിംഗ്. ഇതാ അവിടെ ട്രക്കിംഗ്. ഇതാണ് ട്രിപ്പ്. ഇവരൊക്കെ ട്രക്കിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ ട്രക്കിംഗ് കണ്ടില്ല പറയരുത്, കാരണം ദിസ് ഈസ് ട്രക്കിംഗ്. ഇവിടുന്ന് അങ്ങോട്ട് എടുത്താൽ മതി. എടി അതൊന്നും എടുക്കടേ, അത് മതി. അതൊന്ന് വെറുതെ ഫോട്ടോ ആക്കി എടുക്കും. സൂര്യൻ വന്നേ. ചന്ദ്രൻ ഇങ്ങനെയല്ല, എന്റെ ഇങ്ങനെയല്ല. ആ ലൈറ്റ് നോക്കി മുകളിലേക്ക് ഇതൊന്നും ഒന്നല്ല. ഷൂട്ടിങ്ങിന് അമ്മേ രസം തോന്നുന്നു. പിന്നെ അവിടെ തിരിച്ചു. ഷെയ്ഡ് വന്നെങ്കിൽ രസാന, റെഡ് ഷെയ്ഡ് വന്നെങ്കിൽ. മൈസൻവാടിയിലെ ഏറ്റവും ദൂരമുള്ള സ്ഥലം. ചിന്തിക്കരുത്, ചിന്തിച്ചാ പോവും. ഒന്ന് ചിന്തിക്കരുത്. ഇവിടെ അങ്ങനെ ശാപമുള്ള മുങ്ങിപ്പോയി. അത് മുങ്ങിയടാ. കണ്ണടക്ക അവിടെ. മുങ്ങാത്ത സൂര്യനും മുങ്ങും. സ്വപ്നങ്ങൾ തങ്കേതു ഭാരം. പിന്നെ ഇങ്ങള് പറഞ്ഞു ഞാനിറങ്ങണോ? ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കും. അപ്പൊ നിങ്ങൾ എന്റെ പുറകിൽ നിന്നിട്ട് എങ്ങനെയാ കാണിച്ചത്? പുറകിൽ തല്ലിട്ടാ മതി. തുടങ്ങണേ. എടുത്തോ, ഇങ്ങനെയൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കേ. ഇതോ ഇത് കുറുനേറ്റിയാണ്. ബളോ ബളാണ് ഒറിജിനല്. ഞാൻ ഇങ്ങനെ പോയാ മതിയോ? ഇങ്ങനെ ചുറ്റിയാ മതി. ഇനിയേ നിന്നെ എങ്ങനെ ഇത് കാണുമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇജ്ജ് എന്തൊക്കെയാ പറയണേ? ഞാൻ അങ്ങനെ കറങ്ങണേ. എത്ര പിന്നെ ഈ കറങ്ങണ്ടായിരുന്നു. ഇങ്ങനെ എന്നാ ചെയ്യേണ്ടത്? ഇങ്ങനെ കാണിക്കുക. ഒന്നെ 2 സെക്കൻഡ് ആണെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ ഞാനായിട്ട് നിൽക്കുന്നാ മതി. ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കും. അടക്കാൻ പോകുന്നു ഇവിടെ. കസ്തൂരി മാൻമിഴി നഗക്ഷതം ഓ പൊളി പൊളി പൊളിച്ച് ഇങ്ങ് ബാ. ഇങ്ങനെ കിട്ടുവോ? കിട്ടൂടെ? മോഡലാ അവിടുത്തെ മോഡൽ. എവിടെയാ ഇവള്? ആ സൺറൈസ്, ആ സൂര്യനോടെ കിട്ടട്ടാ. അതല്ലേ ഞാനതല്ല പറഞ്ഞേ. ഷിനു നിക്കടി.
അവിടേക്ക് എന്റെ കജ്ജമ്മലാക്കി തരാം. ഞാൻ കുറച്ചും കൂടെ ബന്ധട്ടെ, കൈ ബന്ധട്ടെ. നമ്മുടെ സാറ് നമ്മുടെ സ്ഥലത്തിന്റെ പേരെന്താ പറ? എന്റെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. മലപ്പുറം അല്ല, ഞങ്ങളിപ്പോ വന്ന സ്ഥലം ചൊക്രാമുടി. ചൊക്രമുടിയിലെ ബൈസൺ വാലി സ്ഥലത്ത്. ബൈസൺ വാലിയിലെ ചൊക്രാമുടിയിലെ ബൈസൺ ചൊക്രമുടി. ഹലോ, ഞങ്ങളിപ്പോൾ ബൈസൺ വാലിയുടെ ചൊക്രമുടി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അതെ, ഇതൊരു 50 ഏക്കറോളം വരുന്ന ഒരു മലയാണ്. ഓക്കെ, 50 ഏക്കർ. ഇടുക്കി ജില്ലയുടെ ഒരു മെയിനായ ടൂറിസ്റ്റ് ഏരിയ ആണിത്. അതെ, ഇവിടെ വരുന്നവർ തിരിച്ചു പോകാൻ ആഗ്രഹിക്കില്ല, അത്രയും സീ ലെവലിൽ നിന്ന് സീനാണ്. 2500 ഹൈറ്റിലാണ് ഈ മല സമുദ്രനിരപ്പിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത്. ഹലോ, നൗഫലിക പ്ലീസ്. ഓക്കെ, എല്ലാരും വന്നല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ ാണ് ഇതിന്റെ മെയിൻ ഇത്. ജെനി കാരണം എന്താ വെച്ചാൽ ഞാനൊരു ഡേറ്റും ടൈമും ഒരു ഫിക്സ് ചെയ്യണം. ഇതാണ് ലാസ്റ്റ് ഞാൻ ഫിക്സ് ചെയ്തു. പറയാനില്ല. മാഷാഅല്ലാ, ഇൻഷാഅല്ലാ. അത്തോടി റമദാൻ കരീം. ഓക്കെ, താങ്ക് യു സോ മച്ച് എവരിവൺ. സോ ഏതൊരു ഇപ്പോൾ ഈ ഒരു ട്രിപ്പിന്റെ കാര്യമാണെങ്കിലും ലാസ്റ്റ് മിനിറ്റ് വരെ മാം ഓടി നടക്കുമായിരുന്നു. ലാസ്റ്റ് ഡേ ഒക്കെ മാം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് വെക്ക്, ഞാൻ എന്തായാലും വരും, ഞാനിവിടെ കലൂരുണ്ട്. പക്ഷെ മാമിന് വരാൻ പറ്റിയില്ല. ആ ലാസ്റ്റ് മിനിറ്റ് വരെ മാം കിടന്ന് ഓടുന്നത് നമ്മൾ കണ്ടതാ. പക്ഷെ ഇവിടെ വന്ന് ഓരോരുത്തരും ട്രിപ്പിനെ പറ്റിയും റഫീഖ് സാറിനെ പറ്റിയും മാമിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ഒരു ട്രിപ്പ് അടിപൊളിയെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ മാം ഇത്രയും എഫേർട്ട് ഇട്ടത് അത്രയും നന്നായല്ലോ, എല്ലാവർക്കും ഇഷ്ടമായല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ വന്ന് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറട്ടെ. ഇനി ഒരുപാട് ക്യാമ്പുകളിൽ നമുക്ക് കാണാം. ജനിക്ക് ഞാൻ ഇന്റർവ്യൂ എടുത്താൽ കൂടി പറഞ്ഞു തരും. ടൈപ്പായിരുന്നു. ഓരോ ക്യാമ്പിൽ ഓരോ ക്യാമ്പിൽ കൊണ്ടുപോയി ഓരോ ക്യാമ്പിൽ ഇങ്ങനെ ഒരുപാട് ക്യാമ്പിൽ പോയിട്ടുണ്ട് ഞങ്ങൾ. ഇവരൊക്കെ നല്ല ക്യാമ്പിൽ അങ്ങനെ ഒരു ക്യാമ്പ് പോയി മാറ്റിയെടുത്താണ് ബോംബെ. ഞാൻ ആദ്യം പേരുണ്ടെങ്കിലും ബോംബെക്ക് കൊച്ചി ഞങ്ങളുടെ ടീമിൽ എല്ലാവരും ബോംബെ എന്ന് എല്ലാവരും പറയാറ്. കാരണം ആ പേര് വായാക്കട്ട പേരാണ്. 5-6 വർഷത്തെ സൗഹൃദമാണ്. അങ്ങനെ പോകണം, അത്രയുള്ളൂ. എല്ലാവരോടും പറയാനുള്ളത് യാത്ര ചെയ്യുക, ജീവിതം ആസ്വദിക്കുക. ഒറ്റ ജീവിതമുള്ളൂ. അതിങ്ങനെ അവിടെ ഇവിടെ എല്ലാവരും പറയാൻ അടിച്ചുപൊളിച്ച് ജീവിച്ച് ഹാപ്പി മരിച്ചു പോകുക. Oppan Gangnam Style. ഗോൾഡ് ജിമ്മില് നമ്മള് ഇതില് എന്താ പറയുക വൈറ്റിലല്ലേ ഗോൾസ് ജിം. ഗോൾഡ് അല്ല, ഗോൾഡ്സ്. ചായ നിന്റെ അത് പിങ്ക് കളറാ. വാ ഭാഗ്യമാണ് പിങ്ക് കേട്ടിട്ടില്ല. നല്ലോണം പോട്ടെ. നോക്കല്ലേ, അടക്ക് ഇത് നോക്ക്.
സ്റ്റെപ്പ് ഇടടാ, അവിടുന്ന് പോടാ. നിന്റെ കൈകൾ അവിടെ മുകളിലുണ്ട് ഒരാള്. അതൊന്നും കുഴപ്പമില്ല, അതാ സ്റ്റൈല്. വെള്ളം പറയല്ലേടി. നല്ല കളി, നല്ല കളി. അവര് വരാതിരിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എന്നാന്നറിയാവോ? പൊടിയായിട്ട് ഈ വണ്ടി പോകും. ഓക്കെ അല്ല, ഒന്ന് ബൈക്ക് മര്യാദക്ക് വെച്ച് തരിക. ബ്ലോക്കാണോ? ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, ഇങ്ങോട്ട് നോക്കുക. ബാബു 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 ഹലോ ഗായ്സ്, ഇങ്ങോട്ട് തിരിക്കടി വേണേ. നമ്മുടെ യാത്ര തിരിച്ചു പോക്കിലേക്ക്. മോനെ